അവൻ അദ്ദേഹം അങ്ങനെ തന്നെ പറയാലോ. അദ്ദേഹം അൻവർക്കയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാറ്റ് വന്ന് ആ സംഭവിച്ചാണ്ടോ, അത് കീറിപ്പോയി, ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ സംഭവം? നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതല്ലേ. അൻവർക്കയുടെ പേരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ദേ ആ പോസ്റ്റർ ഒരു കാറ്റ് വന്ന്, ശക്തമായ കാറ്റ് വന്നിട്ട് ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ അവസ്ഥയാണിത്? ഇത് അവസ്ഥ എന്ന് വെച്ചാൽ മുകളിലൊരുത്തരുന്നുണ്ട്, അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ. നമസ്കാരം, നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. എന്താണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട്, ഗ്രൗണ്ട് റിയാലിറ്റി? സാധാരണക്കാരായ ജനങ്ങളെ, സെലക്റ്റീവായ ജനങ്ങൾ പോലുമല്ല, നമ്മൾ കാണുന്ന ഓരോരുത്തരോടും നമ്മളിനി ചോദിക്കാൻ പോവുകയാണ്, ആരാണ് നിങ്ങളുടെ മനസ്സിലെ വിജയി എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂരിൽ ആര് ജയിക്കും? നമുക്ക് പരിശോധിക്കാം. എങ്ങനെയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? അടുത്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാ. കാരണം എന്ന് വെച്ചാൽ രണ്ട് പാർട്ടിക്കാരും പൊരുതിയും കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കുള്ള സാധനം നമ്മൾ കരുതുന്നില്ല, എന്നാലും ബി ജെ പിയും കുറച്ച് വോട്ട് പിടിക്കും, സ്വരാജും കുറച്ച് വോട്ട് പിടിക്കും. പക്ഷെ ഇവിടെ കഴിച്ചിലാവുന്നത് ആരുടെ ഷോക്കത്താണ്. കഴിച്ചിലാണ്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പി വി അൻവറിന്റെ പേര് പറയാത്തത്? അവൻ അദ്ദേഹം അങ്ങനെ തന്നെ പറയാലോ. അദ്ദേഹം അൻവർക്കയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു കാറ്റ് വന്ന് ആ സംഭവിച്ചാണ്ടോ, അത് കീറിപ്പോയി, ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ സംഭവം? നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതല്ലേ. അൻവർക്കയുടെ പേരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ദേ ആ പോസ്റ്റർ ഒരു കാറ്റ് വന്ന്, ശക്തമായ കാറ്റ് വന്നിട്ട് ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ അവസ്ഥയാണിത്? ഇത് അവസ്ഥ എന്ന് വെച്ചാൽ മുകളിലൊരുത്തരുന്നുണ്ട്, അയാൾ തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ. കാരണം അയാൾ അത്രയും നാരെ കളി നിലമ്പൂർ മുനിസിപ്പാലിറ്റി കളിച്ചു പോയി. നല്ലൊരു സഖാവാണ് ഞങ്ങൾ കണക്കൂട്ടിയിരുന്നത്. എപ്പോഴും വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്നുള്ള ഒരു കണക്കുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ളത് ഞങ്ങൾ ആരുടെ ഷൗക്കത്താണ്. അപ്പോൾ അൻവർക്കിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരാണല്ലേ ഇപ്പം ഇങ്ങനെ ഒരു തള്ളിപ്പറയുന്ന ലെവലിലേക്ക് എത്തിയത്? തള്ളിപ്പറയുന്ന മൂപ്പര് ഉണ്ടാക്കിയ ലെവലാണത്. അതെന്താ അദ്ദേഹം ചെയ്തു എന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അയാളെ ഞങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ജനങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ പ്രശ്നങ്ങൾ എന്താണ്, ജനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ജനങ്ങൾ നമ്മളിവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു കൊടുക്കുന്നതിനാ, നമ്മളെ സംരക്ഷിക്കാനാണ്. അതെ ആണോ? അതെ. നമ്മളെ എപ്പോഴെങ്കിലും ചെന്നൊരു കാര്യം പറയുമ്പോൾ, നമ്മൾ വേണ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളത് നേതാക്കന്മാരാണ്. ഇയാളെ കണി കാണുന്നില്ല, ഇയാൾ പാരീസ്, ലണ്ടന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷൗക്കത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മോനെയൊക്കെ കല്യാണം ഞങ്ങൾ നിലമ്പൂരിൻ്റെ മുത്താണ്. ഞങ്ങളെ മുത്തരിനാണ്. ഇപ്പോൾ UDF-ലേക്ക് അൻവർ ഒരു സീറ്റ് കിട്ടി വന്നിരുന്നെങ്കിൽ ഈ നിലപാട് മാറുമായിരുന്നോ? UDF ഒരിക്കലും അങ്ങനെ നിർത്തൂല. അത് തീരുമാനമായിരുന്നു പാർട്ടിയുടെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. പക്ഷെ ഇപ്പം നമ്മൾ കണ്ടൊരു കാഴ്ച വളരെ അസ്വാഭാവികമായ ഒരു കാഴ്ചയാണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്തിനെയും അതുപോലെ തന്നെ സ്വരാജിനെയും പറയുമ്പോൾ അൻവറിനെ പറയാത്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആ ഒരു സമയത്തിന് മുമ്പേ തന്നെ ഒരു ശക്തമായ കാറ്റ് വന്നിട്ട് അൻവറിന്റെ പോസ്റ്റർ കീറിപ്പോയി. ഒരിക്കലും ചീന്തിയതല്ല, നമുക്ക് കാണാതെ ഇത് മേലൊരുത്തരുണ്ട്, അവൻ തീരുമാനിക്കും. അപ്പോൾ ഇതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് അൻവർ ചീന്തി പോകുന്നാണ് പറയണത്? ഞാൻ ചീന്തി പോകുന്ന തന്നെ പറയണത് ആണ്. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. 2085 വോട്ട് അവിടെ ഉള്ളത്. അതിൽ മുക്കാ ഭാഗം കിട്ടും. മുക്കാ ഭാഗം ആര്യാടൻ ഷൗക്കത്ത് പിടിക്കും. ഈ 50-40 ആക്കണം, അല്ലെങ്കിൽ 30 ആക്കണം, പഴയ പോലെ ആക്കണം. അല്ലാതെ ഈ സർക്കാർ ചൊവ്വല്ല. ഞാൻ 2 പക്ഷം പറയില്ല. നമുക്കത് ബുദ്ധിമുട്ട് തന്നെ 50 ടിക്കറ്റ്. സാധാരണ കളവന്മാരും അങ്ങനെ എല്ലാവരും ചെയ്യണ ആൾക്കാരാണ്. പക്ഷെ പൈസ കൂടിയപ്പോൾ ആൾക്കാർ ഗോപി പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ഇഴഞ്ഞുകൊണ്ട് നടക്കണേണ്.
എനിക്ക് ആരോഗ്യമില്ല, ഞാൻ പ്രായമായി, എനിക്കതിനെപ്പറ്റി അത്ര ആയിരിക്കും. പക്ഷേ ഇവർ ചെയ്യുന്ന തണ്ടിത്തരമാണ്. പിണറായി അവർക്കൊണ്ട് കുറ്റം. അവരുടെ ഭാഗത്തുനിന്ന് തെറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. ആദ്യത്തെ ഭരണം നല്ല ഭരണമാണ്, പിന്നത്തെ ഭരണം കോവി. അവരുടെ ആങ്ങളെക്കും പെങ്ങളെക്കും വേണ്ടി ഉണ്ടാക്കണല്ലേ, അത് നമ്മളൊന്നും പറയാൻ പറ്റില്ല. പിന്നെ സ്വർണ്ണക്കടത്ത് സ്വപ്നം ശങ്കർ അവരുടെ ആൾക്കാരാണ്. നമുക്കൊരു മാങ്ങയും കിട്ടണില്ല, നമ്മൾ ചീത്ത പറയില്ല. എന്നാലും മാങ്ങയാണ് ഞാൻ പറയുന്നത്. ഈ മാങ്ങയൊക്കെയുള്ള ഉത്തരവാദിത്തം പഠിച്ചോൻ വിചാരിക്കും, പഠിച്ചോനല്ല ദൈവം. നമ്മളൊരു മാങ്ങാത്തിനും കിട്ടില്ല. പോക്കറ്റ് എന്ന് പറയുമ്പോൾ ചില്ലറ താഴ്ത്തി വീണേ, ഈ പോക്കറ്റ് എന്ന് പറയൂലേ അത് താഴ്ത്തി വീണ. അപ്പോൾ അവർ ഗുണമായി. അവർക്ക് ഉള്ളവന് കൊടുക്കും. എനിക്ക് അനുഭവമുണ്ട്. ഉള്ളവൻ്റെ പോക്കറ്റ് നിറയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവന് പിച്ചച്ചട്ടിയിൽ ഇപ്പോഴും ഞാൻ അധ്വാനിച്ചതിന് ഒരാളുടെ ഇത് ബീഡി പഠിക്കണില്ല, അറിയാമോ? ഇന്നും അന്നും 70 വയസ്സായി, ഇന്നും അന്നും ഒരു ബീഡി ഞാൻ ചോദിക്കില്ല എന്താണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പറയും നോക്കട്ടെ മറ്റാണ് മറിച്ചാണ്. എവിടെ ഉള്ളവന് 2 ട്രിപ്പ് സ്ഥലവും കൊടുത്ത് വീടും വെച്ച് കൊടുത്തു. നമ്മൾ അധ്വാനിച്ചിട്ടാണ് പൈസ കിട്ടുക, പ്രൈസ് കിട്ടിയിട്ട പ്രൈസ് വീട് വെച്ചേക്കുന്നത്. അല്ല ഒരു മാങ്ങയും കിട്ടിയിട്ടില്ല. പറയേണ്ട സ്വഭാവം വേറെയാണ്, അതല്ല നിങ്ങളോട് പറയാൻ പറ്റൂല. എന്താ ചേട്ടാ? ചേട്ടൻ നിലമ്പൂരുകാരനല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ട്രെൻഡ്? എങ്ങനെയുണ്ട് ട്രെൻഡ്? ഇപ്പോൾ 2 ദിവസത്തിനുള്ളിലൊന്നും മറിഞ്ഞിക്കണ്. അതായത് ഇന്നലെ അൻവറിൻ്റെ ഒരു റാലി നടന്നു ഇവിടെ, കണ്ടമാനം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടമാനം ജനങ്ങളുണ്ടായി. അത് ഇന്ന് നമുക്ക് കിട്ടിയ പ്രതികരണം വെച്ചാൽ, ഇന്നലെ ഞാൻ ആ റാലി കണ്ടപ്പോൾ അൻവർ ഒരു 10-15,000 അല്ലെങ്കിൽ നല്ലൊരു 25,000 വരെ വോട്ട് കിട്ടുമെന്ന്. പിന്നെ നമ്മൾ പല സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്ന ആളാണെന്നില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളാണെന്നോ? ഞാൻ ഒരു തിരുവാലിക്കാരനെ പരിചയപ്പെട്ടു, പിന്നെ ഒതായി മൂപ്പര നാട്ടിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അയാൾ ആളല്ല. അപ്പോൾ അത് വോട്ട് ബാങ്ക് ആവൂല. നെൽപൂരുകാർ വോട്ട് ചെയ്യേണ്ടത് അല്ല. ഈ തിരുവല്ലേന്നൊക്കെ ആളിറക്കാൻ കാരണം എന്താ? കാരണം അങ്ങനെ അടുത്ത് പൈസ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റാലി ഇപ്പോൾ മറ്റു പാർട്ടികൾ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടായിരിക്കണം എന്ന് തോന്നണേ. നല്ലൊരു റാലി എന്ന് പറഞ്ഞാൽ അടിപൊളി റാലിയാണ്. ഇന്നലെ പ്രിയങ്ക ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച നല്ലൊരു ഇതിലാണ് മൂപ്പര് നടത്തിയ നല്ല വിജയമായിരുന്നു. പിന്നെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നല്ലോണം, യൂസഫ് പത്താനൊക്കെ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് കേട്ടത് അത് ഇനിയിപ്പോൾ മറ്റു പാർട്ടിക്കാർ പറയുമെന്നറിയില്ല, അത് പുറത്തുനിന്ന് ആളെ ഇറക്കിക്കൊണ്ടില്ല റാലിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോട്ട് ബാങ്ക് പറയപ്പെടുന്നുണ്ട്. സത്യമല്ല, തെളിഞ്ഞിട്ടില്ല. അത് തെളിയണമെങ്കിൽ 19-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു 20,000 വോട്ടിൻ്റെ അടുത്ത് നേടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നുണയായിരിക്കും. ഈ നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം അൻവർ ശരിക്കും പറഞ്ഞാൽ ഒരു അന്യനല്ല. കാരണം അദ്ദേഹമാണ് ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് MLA ആയ ഒരു വ്യക്തി. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ശത്രുത ഇവിടെ പടരാൻ കാരണം എന്തായിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ കക്കടംപൊയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഏരിയ ആയിരുന്നു അവിടെ. എന്നുവെച്ചാൽ അവിടെ ഒരു നല്ലൊരു ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് കണ്ടുവന്ന സമയമായിരുന്നു. അയാൾ ഈ MLA ആയപ്പോഴും ആ സമയത്ത് അങ്ങേര് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. പക്ഷേ അതിൽ എന്താണ് അതിൻ്റെ പൊളിറ്റിക്കൽ നമുക്കറിയില്ല. ചിലർ പറയുന്നത് ആര്യാണ് ഷൗക്കത്താണ് അത് പൊട്ടിച്ച് പറയുന്നത്, ET മുഹമ്മദ് ബഷീറ പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങേർക്ക് അവിടുത്തെ അപ്പോൾ ഒരു സ്റ്റെപ്പ് ചെയ്ത് പുതിയ പാർക്ക് അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിദ്വേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പാർട്ടി മാറിയത് വിഷയമായിട്ടുണ്ടോ? പാർട്ടി മാറിയതിൻ്റെ പ്രധാന കാരണം അയാളൊരു ഭയങ്കര ബിസിനസ്സുകാരനാണ്, നല്ല പൈസ ഉള്ള ആളാണ്, ഒക്കെയാണ്. പക്ഷേ നാടിനെ സംബന്ധിച്ച് അയാൾ നല്ല മനുഷ്യനാണ്. വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും അയാൾ ആരെടുത്തും അവിടെ നമ്മൾ കീർത്തിപ്പടിയിലാണ് അയാൾ ഓഫീസിൽ നേരിട്ട് ചെന്ന് എല്ലാം നമ്മൾ സംസാരിച്ചാലും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് അയാൾ. ജയിച്ച് വരുന്നത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ അയാൾ ജയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള വോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ, അതായത് BJPയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ വരുന്നുണ്ട്.
കുഴപ്പമില്ലാത്ത രീതിയിൽ. ആ ഒരു 10,000 വോട്ട് BJP പിടിക്കുക, അൻവർ ഒരു 15 അല്ലെങ്കിൽ 20,000 വോട്ടും പിടിച്ചാൽ, അല്ലെങ്കിൽ SDP വലിയ കുഴപ്പമൊന്നുമില്ല, അവരും പിടിക്കും. എല്ലാം കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഷൗക്കത്തിനും അതേമാതിരി സ്വരാജിനും. പിന്നെ സ്വരാജിൻ്റെ ഒരു പോയിന്റ് എന്താ വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് അയാൾ എറണാകുളത്താണ് സെറ്റിലാണ്, ഞങ്ങളവിടെ റെയിൽവേ സ്റ്റേഷനിൽ അയാൾ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്, അയാൾ ഇവിടുത്തുകാരൻ തന്നെയാണ്, അത് സത്യം. പക്ഷേ ആൾക്കാർക്ക് അത് അറിയില്ല എന്ന് പറയുന്നത് അയാൾ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. ഷൗക്കത്തും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയുന്നില്ല, നല്ല ടാലൻറ്റുള്ള ആളാണ്, അഡ്വക്കേറ്റാണ്, പിന്നെ ബിരുദാനന്ദ ബിരുദമുണ്ട്, നല്ല പ്രാസികനാണ്, സംസാരിക്കാൻ. അയാളുടെ അടുത്ത് ഒരു 10 മിനിറ്റ് അയാളെ ഭാഷണം കേട്ട് കഴിഞ്ഞാൽ പോവില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പ്രവാസിയായിരുന്നു, എനിക്കിപ്പോൾ ഒരു പാർട്ടിനെയും വിശ്വാസമൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ എന്താ വെച്ചാൽ കേന്ദ്രത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഴിമതി ഇല്ലാത്തൊരു ഭരണമാണ്. നല്ലൊരു രാജ്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ യു എയിലായാലും ശരി, ഞാൻ യു എയിലാണ് നിന്നത്, സൗദി അറേബ്യയിലായാലും ശരി, അവിടുത്തെ ഭരണകർത്താക്കളൊക്കെ മോദീനെ അംഗീകരിക്കുന്നുണ്ട്. മോദി എന്ന് പറഞ്ഞ വ്യക്തി ടാലൻ്റാണ്. അപ്പോൾ ഇവിടെ മോഹൻ ജോർജ് നിന്നുകൊണ്ട് ചിലർ പറയുന്നുണ്ട് ഹിന്ദുസ് അല്ലാത്തതുകൊണ്ട് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മോദി പ്രഭാവം വെച്ച് വേണമെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. കാരണം മോദിയെ വിശ്വസിച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. ഇന്ത്യയിൽ ഇത്രയും നല്ലൊരു ഭരണകർത്താവില്ല, അത് സത്യമാണ്. അത് മോദി എന്ന് പറയുന്നത് BJP-കാരനായിട്ടല്ല ഞാൻ പറയണേ, നല്ല കഴിവില്ല ആ പ്രൈം മിനിസ്റ്റർ കസേരയിൽ ഇരിക്കാൻ യോഗ്യനായ ഒരാൾ. ഇന്ദിരാഗാന്ധി സത്യമായിരുന്നു, നല്ല വ്യക്തിയായിരുന്നു, അതേമാതിരി ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ്. അത് അറബ് രാജ്യങ്ങളടക്കം അംഗീകരിച്ചു. അവിടുത്തെ പാഠപുസ്തകങ്ങൾ വരെ നമ്മളിത് വന്നു. ആണോ? ആ, സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ വന്നു എന്നാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിട്ട്. പിന്നെ ഈ അബുദാബിയിൽ എൻ്റെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ഈ 4 ഏക്കറാണ് അയാൾ ചോദിച്ചത്. 26 28 എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ ഒരു അമ്പലം ക്ഷേത്രം പണിയാല്ല സൗദി ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ ഒരു ഹിന്ദു അങ്ങനെ ഒരു വ്യക്തിക്ക് അങ്ങനെ കൊടുക്കാൻ പാടുമോ? പക്ഷേ അപ്പോൾ ആ വ്യക്തിൻ്റെ പ്രഭാവമാണ് അത്. കറക്റ്റാണ്, നരേന്ദ്രമോദിയുടെ കഴിവാണ്. അങ്ങനെ മുസ്ലിം രാഷ്ട്രത്തിലൊരു അമ്പലം വെക്കാനായിട്ട് സ്ഥലം കൊടുക്കാനായിട്ട് തീരുമാനിച്ചതല്ലേ? സത്യമാണ്. ഇവിടെ ഇപ്പോൾ ആ യുദ്ധത്തിൽ കുറേ വിധവകൾ പെൺകുട്ടികളല്ലാതെ ഉള്ളു ഹസ്ബൻഡിനെയാണ് അവർ കൊന്നത്. ആ സമയത്ത് അയാൾ പറഞ്ഞ് അതിൻ്റെ കലത്ത വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞു. അതൊരു 16-18 ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില കൊടുത്തു, ആക്രമിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല വ്യക്തിയാണ്. രാഷ്ട്രീയമല്ല പറയുന്നത്, വ്യക്തി പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൈം മിനിസ്റ്റർ കസേരയിൽ ഇരിക്കാൻ ഇപ്പോൾ ഏറ്റവും യോഗ്യൻ നരേന്ദ്രമോദി തന്നെയാണ്. ഇനി നാളത്തെ BJP-ൻ്റെ ആൾക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലപ്പോൾ ഈ നരേന്ദ്രമോദിയെ വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ BJP നേതാക്കൾക്ക് വോട്ട് ചെയ്യാം എന്നാണോ പറയുന്നത്? അല്ല, കേരളത്തിലെ BJP-നെ കുറിച്ച് എന്താ അഭിപ്രായം? കേരളത്തിലെ BJP-നെ വെച്ചാൽ ഞാനിപ്പോൾ ഈ രാജസ്ഥാൻ എല്ലായിടത്തും പോയിക്കണേ, എല്ലായിടത്തും അവിടുത്തെ അവിടെയൊക്കെ വികസനം എന്ന് പറഞ്ഞാൽ ആ പാർട്ടി അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് അത് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ BJP-ക്കാർ ആദ്യം അഴിച്ചുപണി ചെയ്യണം. ഇവിടെ 2-3 നല്ല നല്ല വ്യക്തികളുണ്ടെങ്കിലും BJP-യിൽ ഈ കേരളത്തിലെ പാർട്ടിക്കാർ തന്നെ കള്ളന്മാരാണ്. ഓല വികസനം ഓല മക്കൾക്കും മറ്റ് സൗകര്യങ്ങൾ കൊടുക്കുക എന്നല്ലാതെ കേരളത്തിന് വേണ്ടി ഇവിടുത്തെ കേരളത്തിലെ BJP-ക്കാരൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി കിട്ടിയാച്ചാൽ അയാളൊരു പ്രഭാവം, അയാളൊരു നല്ല വ്യക്തിയാണ്, അതിൻ്റെ പേരിൽ കിട്ടിയാണ്. പക്ഷേ അതേമാതിരി കേരളത്തിൽ കിട്ടണമെന്നില്ല. പാർട്ടിയുടെ തലപ്പത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കടന്നുവരവ് ഒരു ശുഭസൂചനയാണോ? ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ കഴിവില്ലൊരു വ്യക്തിയാണ്. അയാൾ ഇനിയില്ല അയാളെ പ്രവർത്തനം നമുക്കറിയില്ല. പക്ഷേ അയാൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ BJP-ക്ക് ഇവിടെ ഒരു ബേസ് വരും. അടുത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5 സീറ്റ് നേടാനുള്ള സാധ്യത ഉണ്ട് അയാൾ അതേമാതിരി പോവുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ കേരളത്തിലെ BJP-യിൽ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈഗോ, പല പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിലമ്പൂരിലെ പിക്ചറിൽ BJP കുറച്ച് വോട്ട് പിടിക്കും തന്നെയാണ് ചേട്ടൻ പറയുന്നത്. ഒരു 10,000-ൻ്റെ മേലെ വോട്ട് പിടിക്കുന്ന കരുതണം. ഇനിയിപ്പോൾ താമര എന്നുള്ള ചിത്രം കണ്ടപ്പോൾ നല്ലൊരു അഭിപ്രായം ഉണ്ടെങ്കിലും പിന്നെ മോഹൻ ജോർജ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഹിന്ദുസിൽ അങ്ങനെ ഒരു വർഗീയ ചിന്താഗതിയിൽ കയറുകയാണെങ്കിൽ വോട്ട് കിട്ടില്ല. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ പലയിടത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്, അത് അൻവറിനും കിട്ടും. ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ ഉള്ളത് ഹിന്ദുക്കൾക്കാണോ ക്രിസ്ത്യാനികൾക്കാണോ മുസ്ലിങ്ങൾക്കാണോ? അങ്ങനെ നോക്കുമ്പോൾ വോട്ട് ഷെയർ കൂടുതൽ ആർക്കാണ്? അങ്ങനെ നോക്കിയാൽ ഇവിടെ മുസ്ലിംസിന് തന്നെയാണ്. പക്ഷേ അപ്പോൾ SDPIയും അത്യാവശ്യം ഇപ്പോൾ BJP-യിൽ വർഗീയ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ BJP-ക്ക് ചെയ്യും. അതേമാതിരി മുസ്ലിങ്ങൾ തീവ്രത അനുഭവിക്കുന്നവരാണെങ്കിൽ SDP-ക്ക് ചെയ്യും. പക്ഷേ ആര്യയുടെ മുഹമ്മദിൻ്റെ മകനാണ് ഷൗക്കത്ത്, നല്ലതാണ്. നിലമ്പൂരിൽ അത്യാവശ്യം വികസനം നൽകിയ ആളാണ്. സ്വരാജ് നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇപ്പം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ സർവേ ഇപ്പോൾ 19 തീയതി വരും, ഒപ്പത്തിനൊപ്പമായിരിക്കും. 1000 അല്ലെങ്കിൽ 2000 വോട്ടിന്. ഇപ്പോൾ 10,000 വോട്ടാണ് കോൺഗ്രസ് പറയുന്നത്, അതേമാതിരി സ്വരാജിൻ്റെ ടീമും പറയുന്നുണ്ട്. എങ്കിലും 10 വോട്ടിന് ജയിച്ചാലും ജയം തന്നെയാണ്. 2 വ്യക്തികൾക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഷൗക്കത്തിന് ഒന്നുകൂടി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഷൗക്കത്ത് ഇവിടെ വന്നാൽ അയാൾക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും, വികസനം ചെയ്യുന്നില്ലൊരു കാര്യമുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർ ഷൗക്കത്തിന് കൊടുക്കും.
നല്ല ചലൻ്റായ നല്ല കഴിവുള്ള വ്യക്തിയാണ് സ്വരാജ് ചിലപ്പോൾ മിനിസ്റ്റർ ആവാം, അങ്ങനത്തെ അല്ലെങ്കിൽ നാളത്തെ മുഖ്യമന്ത്രിയുടെ ബീച്ചിൽ വരെ വരാൻ പറ്റുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ, അവരുടെ സമ്മാനഘടനയെ പോലും അട്ടിമറിച്ചു ഗവൺമെൻറ്, അട്ടിമറിച്ചു എന്ന് പറയണം അത്. അതുപോലെ തന്നെ ഈ അവരുടെ പ്രൈസ് വിൽക്കുന്നതിന് അവർക്ക് കമ്മീഷൻ കുറച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ ക്ഷേമനിധിയുടെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതായിരിക്കും. വിദ്യാഭ്യാസം അടക്കമുള്ള ക്ഷേമനിധിയിലേക്കൊക്കെ അവർ കൊടുക്കാൻ പറ്റും. അവരുടെ അംശാദായം അടച്ചിട്ട് അത് മുഴുവനും വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് കളിപ്പിക്കുക. അവരുടെ ബോണസ് അടക്കമുള്ളത് തടഞ്ഞു വെച്ചുകൊണ്ട് സർക്കാർ അതിന് വില പറയുക. അതെല്ലാം ധനകാര്യ വകുപ്പിൻ്റെ കടുംകാര്യസ്ഥതയാണ്. ലോട്ടറി മാഫിയകളെ വളർത്താൻ വേണ്ടിയിട്ട് കുത്തക മുതലാളിമാരെ അവരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ സഹായിക്കുന്ന ആ ഒരു സമീപനം അന്യ സംസ്ഥാനത്ത് ലോട്ടറിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ലോട്ടറി മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ അധികം നാളുകളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലോട്ടറി മേഖലയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി സർക്കാർ സൃഷ്ടിച്ചതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇലക്ഷന് ഫണ്ട് സ്വരൂപിക്കാനാണെന്ന് വരെ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. ജനങ്ങളെല്ലാം, അതായത് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 5 ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ലോട്ടറിക്ക് വിൽപ്പനക്കാരും അല്ലാതെയൊക്കെ കൂട്ടിയിട്ട്. ഇത്രയും വരുന്ന ആളുകളെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ സമീപനം എന്ത് ലാഘവത്തോടെയാണ്? അതുകൊണ്ട് തന്നെ പറഞ്ഞത് ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവരെ നമുക്കൊന്ന് പരിശോധിക്കാം. അവരെല്ലാം കൈകാലുകൾ നഷ്ടപ്പെട്ടവരും അന്ധന്മാരായവരും അതുപോലെ സ്വയമായിട്ട് ഒരു ജോലിയും ചെയ്യാൻ മേലാത്ത നിത്യവൃത്തിക്ക് ഒരു സംവിധാനം ഇല്ലാത്തവരാണ് അവരെല്ലാം ഈ തൊഴിലാളികൾ. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 5 ലക്ഷത്തോളം തൊഴിലാളികളോളം ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. എല്ലാം വീൽ ചെയറിലും അതുപോലെ മറ്റ് മേഖലയൊക്കെ വിഷമമുള്ളവരാണ്. പക്ഷേ അവർക്കെന്ന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വലിയ പാക്കേജായിരുന്നു അന്ന് ഈ ലോട്ടറി മേഖലയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. ഏതാണ്ട് 100 ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപയോളം അവർക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുമായിരുന്നു. ഇന്ന് ലോട്ടറി വിറ്റാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അതായത് ലോട്ടറി സത്യത്തിൽ ഈ കോട്ടയത്ത് അടിച്ച ലോട്ടറി അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാലക്കാട് ആ നമ്പറിലുണ്ടാവും, അല്ലെങ്കിൽ 14 ജില്ലയിലും 2-3 ജില്ലയിലൊക്കെ ഈ ലോട്ടറി തന്നെ ഇരട്ടിപ്പ് ലോട്ടറി അടിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം. അത് പിടിച്ചു പറിക്കുന്ന സർക്കാർ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ഒരു സംവിധാനമായിട്ട് ലോട്ടറിയെ മാറ്റിയിരിക്കുക. അതെല്ലാം ഇലക്ഷൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ലോട്ടറി വിറ്റ് ഈ പൈസ ഇതിലേക്ക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. അത് ഈ ലോട്ടറിയുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന കാരുണ്യ ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒരു കാരുണ്യമില്ലാത്ത നഷ്ടക്കുറിയായി മാറുന്നുണ്ടോ? കാരുണ്യ എന്ന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ്. ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു. അതായത് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ്, അതുപോലെ ബൈപ്പാസ് ഓപ്പറേഷൻ പോലുള്ള വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെ രോഗികൾക്കൊരു കൈസഹായമായിരുന്നു അന്ന് കാരുണ്യ പദ്ധതി. അത് എല്ലാ ജനങ്ങളും ലോട്ടറി ചോദിച്ചു വാങ്ങുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കാരുണ്യ ലോട്ടറി തരാൻ പറയും. അതിൻ്റെ വിറ്റ് വരുന്ന പൈസ പകുതി 3/4% ഈ പാവപ്പെട്ട രോഗികൾക്കാണ് അത് കൊടുക്കുന്നത്. കാരുണ്യ പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തി അവിടെ ചെന്ന് ആ ഓപ്പറേഷന് വേണ്ട ബൈപ്പാസ് അടക്കമുള്ള ഓപ്പറേഷന് 2 ലക്ഷം രൂപയോളം അത് കാരുണ്യയിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ, സാധാരണക്കാരായ രോഗികളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ചു ഉയർത്തുന്ന വലിയ പദ്ധതി. അവർക്ക് വീട്ടിൽ പോകുമ്പോൾ അവരുടെ വണ്ടിക്കൂലി വരും കൊടുത്തുവിടുന്ന വലിയ പദ്ധതി ഈ ഗവൺമെൻറ് ഒന്നേ അട്ടിമറിച്ച് കളഞ്ഞു. അത് കാരുണ്യ ഈ ലോട്ടറിയുടെ ഏറ്റവും വിശ്വാസമുള്ള ആ പദ്ധതി എടുത്തു കളഞ്ഞതും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്താണ്. അങ്ങനെ ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സർക്കാർ ചെയ്തിട്ടുള്ളൂ. ഈ ലോട്ടറിയിലൊക്കെ ഒരു സാരമായ മാറ്റം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% ലോട്ടറി തൊഴിലാളികളുടെ കണ്ണീരൊപ്പുന്ന വലിയ പദ്ധതികൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. കാരണം അവർ ആരോടിത് പറയുന്നുള്ള ഒരു സങ്കടക്കടലിലാണ്. ഞങ്ങൾ ഓരോരുത്തരടുത്ത് പോകുമ്പോൾ അവർ പലരും ജോലി നിർത്തി ഇങ്ങനെ തുടരുവാണെങ്കിൽ അവർക്ക് നിക്കക്കളിയാത്ത അവസ്ഥയാണ്. ലോൺ എടുത്തും മറ്റുമൊക്കെ അവർ മൊത്തത്തിൽ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ UDF ഗവൺമെൻറ് 2026 അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുമോ? 100 വട്ടം വിശ്വസിക്കാൻ പറ്റും. അതായത് UDF ഗവൺമെൻറ് വരുമ്പോൾ ശാശ്വതമായ എല്ലാ പരിഹാരത്തിനും അത് ഗവൺമെൻറ് മുന്നോട്ട് വരും. പ്രത്യേകിച്ച് ലോട്ടറി മേഖല സത്യത്തിൽ CPM സംഘടനയിൽപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്കും ഏറ്റവും സന്തോഷം. അവരാണ് ഏറ്റവും വലയുന്നത്. അവരെ പറഞ്ഞ് കബളിപ്പിച്ച് ആ സംഘടനയ്ക്കകത്ത് അവർ പ്രവർത്തിച്ച് അവർ പോലും ലോട്ടറി മേഖലയെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊക്കെ പല പേഴ്സണലായിട്ട് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ സമരം ചെയ്ത് ഈ ഗവൺമെൻറ് കണ്ണു തുറപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അവരുടെ യൂണിയനിൽപ്പെട്ട CIT തൊഴിലാളികൾ പോലും പറയുന്ന ഒരു
സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലോട്ടറി മേഖലയും അതോടൊപ്പമുള്ള മറ്റ് മെഡിക്കൽ കോളേജിലുള്ള 10 പൈസയുടെ മരുന്നില്ല, പാവപ്പെട്ട രോഗികൾ വലയുന്നു, രോഗികളെല്ലാം വിഷമഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു, തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം കിട്ടാതെ ടീച്ചർമാർ യൂണിഫോം കാത്തിരിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് മന്ത്രി ശിവൻകുട്ടിയുടെയൊക്കെ വകുപ്പിനകത്ത് ആരോഗ്യ വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ വ്യവസായ മേഖലയും എല്ലാം തകർത്ത് ഈ ഗവൺമെൻറ് സ്വയം ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും വിലയിരുത്തും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിലെ മത്സരങ്ങളിലൊക്കെ ഇവിടുന്ന് തുടക്കം കുറിച്ചാൽ ഇവിടുന്ന് പൊട്ടിക്കുന്ന മാലപ്പടക്കം ഇത് 140 നിയോജക മണ്ഡലത്തിലും ആഞ്ഞടിച്ച് വൻ ശക്തിയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾ അതിന് തയ്യാറാണ്. ആ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ജനങ്ങളില്ല. ജനങ്ങൾ ഇത് മുഴുവനും വിലയിരുത്തി, ഇത് മുഴുവനും പഠിച്ച് ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന നമ്മുടെ ആശാ വർക്കർമാരടക്കമുള്ളവർ, അവരുമൊക്കെ വിഷമഘട്ടത്തിലാണ്. അവരുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന ഗവൺമെൻറ്റും അഹങ്കാരം പിടിച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഈ നാട് ഭരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ഇത് കണ്ട് വിലയിരുത്തി തീർച്ചയായിട്ടും പുതിയൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ നിയമസഭയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് കൈ പിടിച്ചവരെ സത്യപ്രതിജ്ഞ കൊണ്ടുപോകുന്ന ജനങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ ഒരു പറ്റം കാത്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നിലമ്പൂരല്ലേ നിങ്ങളുടെ സ്വദേശം? ജനിച്ചു വളർന്ന നിലമ്പൂര്, വോട്ട് നിലമ്പൂരല്ലേ? കേരളത്തിന് നിലമ്പൂരിനെ കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. നിലമ്പൂർ ആര് ജയിക്കും? ഞങ്ങൾ അൻവറാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അൻവർ എല്ലായിടത്തും പ്രതികരിക്കാൻ ഉഷാറാണ്. എല്ലായിടത്തും അൻവർ ഏത് കാര്യത്തിലും അൻവർ പ്രതിഷേധിക്കാൻ ഉഷാറാണ്. ചേട്ടനും അൻവർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ പാർട്ടിക്കല്ല വോട്ട് ചെയ്യുന്നത്, വ്യക്തിക്കാണ്. ഇതിൽ വ്യക്തിയൊക്കെയാണ്. അൻവർ പറഞ്ഞാൽ നമുക്ക് എവിടെ പോയി എന്ത് പ്രശ്നം പറഞ്ഞാലും അത് ഏത് തരത്തിലാണെങ്കിലും മൂപ്പര് സോൾവ് ചെയ്ത് അത് വേണ്ട വിധത്തിൽ ചെയ്യും. അൻവറിനെ ഞങ്ങളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ അൻവറിനോട് ബാക്കിയുള്ള മുന്നണികൾ ചെയ്തത് ചതിയാണോ അതോ അൻവറാണോ ബാക്കിയുള്ള മുന്നണികളെ ചതിച്ചത്? അതിനെ പറ്റി എന്താ വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഓൽക്ക് തമ്മിൽ അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ പക്ഷത്ത് നിന്നില്ലെങ്കിലും അൻവർ ജയിക്കും എന്നാ പറയുന്നത്. ഞാൻ ഒരു ഉറച്ച പാർട്ടിക്കാരനല്ല. പക്ഷെ നമ്മള് കാഴ്ചയിൽ അൻവറാണ് എല്ലായിടത്തും പ്രതികരിക്കാനും ഇതിനൊക്കെ ഉഷാറ്. അൻവറിന്റെ ഒരു തന്റെ ഇടത്തിനാണ് വോട്ട് കൊടുക്കുന്നത്. അതെ, അൻവറിന് വോട്ട്. ഓക്കെ, തീർച്ചയായിട്ടും അൻവറിനാണ്. മനാഫിക്ക നമസ്കാരം. ഞങ്ങൾ എല്ലാവരും അന്ന് വളരെ സ്നേഹത്തോടുകൂടി, ആരാധനയോടുകൂടി, വളരെ ആത്മവിശ്വാസത്തോടുകൂടി നോക്കിക്കണ്ടൊരു മുഖമാണ്. ആ മുഖം ഇന്ന് നിലമ്പൂർ എത്തി നിൽക്കുന്നത് PV അൻവറിനെ പിന്തുണയുമായിട്ടാണ്. എന്തുകൊണ്ടാണ് PV അൻവർ വീണ്ടും നിലമ്പൂരിലേക്ക് വരണമെന്ന് അതിയെ ആഗ്രഹിക്കുന്നത്? നിലപാടുള്ള ഏതൊരു വ്യക്തിക്കും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല. നല്ലൊരു നിലപാടിൻ്റെ ഉടമയാണ് PV അൻവർ. അത്തരത്തിലുള്ള നല്ലൊരു നിലപാടുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു സൗകര്യങ്ങളും ഒരു MLA സ്ഥാനം, അതും ഒരു MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു MLA അല്ല, ഒരു മന്ത്രിസ്ഥാനം പോലും കിട്ടുന്ന രൂപത്തിലുള്ള MLA, എല്ലാ സൗകര്യങ്ങളുള്ള ആ സൗകര്യങ്ങളൊക്കെ ത്യജിച്ച് സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇന്നും പ്രസക്തമായ കാര്യമാണ്. ഇതിന് ഒരു പ്രതിപക്ഷമായാലും ഒരു പാർട്ടിക്കും അതിനൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നിലവിൽ നമ്മളെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? നാട്ടിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഏത് ടൗണിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് ഇപ്പോൾ തൂങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. ആ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും സ്ഥലം വിൽപ്പനക്ക്, ബിൽഡിംഗ് വിൽപ്പനക്ക്, വീട് വിൽപ്പനക്ക്, അല്ലെങ്കിൽ വാടകയ്ക്ക്. കണ്ണായ സ്ഥലത്തൊക്കെ ഒരു കാലത്ത് അങ്ങനത്തെ ഒരു ബിൽഡിങ് ആളുകൾ കൊത്തിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നമ്മളെ കേരളത്തിൽ. ആ സ്ഥാനത്ത് ഇന്ന് അത് വാടകയ്ക്ക് എടുക്കാനോ വിലക്കെടുക്കാനോ ഇന്നൊരാൾ തയ്യാറല്ല. എന്താ കാരണം? ഇവിടെ ആരെ കയ്യിലും പണമില്ല. നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ വിഷയവും മാറ്റി വെച്ചോളി. ഓരോരുത്തരെ ആത്മാവ് തൊട്ട് സ്വയം വിലയിരുത്തി നോക്കേണ്ടി. നിങ്ങളെ പോക്കറ്റിൽ എത്ര റുപ്യുണ്ട്?
നമ്മളെല്ലാവരും കരുതൽ ധനം, അതായത് നമ്മളൊരു സേവിങ്സ് ഒക്കെ തീർന്നിക്കണേ. ഇനി ഉള്ളത് വിൽക്കാന്നുള്ള അവസ്ഥയിലാണ് മൊത്തം കേരളത്തിലുള്ള എല്ലാവരുടെ സ്ഥിതിയും. പ്രത്യേകിച്ച് ഒരു വറുതിയുടെ കാലമാണിത്. ഇവിടെ പ്രകൃതി ദുരന്തങ്ങളും മറ്റുള്ളതും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വെച്ച സ്ഥലത്തിന് പോലും വീടിന് പോലും വില കിട്ടാത്തൊരു കാലഘട്ടമാണ് ഇത്. ഒന്നും ആരും പോകുന്നില്ല. എല്ലാവരും സ്വയം ഈ കാണുന്ന ആളുകൾ ഈ നിലമ്പൂരിൽ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ സ്വയം വിലയിരുത്തി നോക്കുക. ബാക്കിയുള്ളതൊക്കെ വിടി. എല്ലാ വികസന കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞോട്ടെ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞോട്ടെ, കേരള ഗവൺമെൻറ് പറഞ്ഞോട്ടെ, മറ്റുള്ളവർ പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ഇനിയുള്ള പ്രതിപക്ഷത്തുള്ളവർ പഴയ കാലത്ത് അവർ കൊണ്ടുവന്ന പല കാര്യങ്ങളും പറഞ്ഞോട്ടെ, ഒക്കെ പറഞ്ഞോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഈ സമയം എല്ലാവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? നമുക്കൊരു അത്യാവശ്യ കാര്യം വന്ന് അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ തന്നെ അടുത്ത അയൽവാസിൻ്റെ അടുത്ത് ഓടിപ്പോയി ചോദിച്ചാൽ അവൻ്റെ അടുത്തും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇത്തരത്തിൽ മനുഷ്യൻ്റെ കയ്യിൽ പണമാണല്ലോ ഏറ്റവും മുഖ്യം. അത് ബേസിക്കായ ഒരു കാര്യമാണ്. എല്ലാവർക്കും ആവശ്യം പണമാണ്. ആ പണം ഇന്ന് ആരെ കയ്യിലും ഇല്ല. ഞാനൊരു കച്ചവടക്കാരനാണ്. ആരെ സ്ഥാപനത്തിലാണ് കച്ചവടം ഉള്ളത്? നമ്മളൊരു ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളാണല്ലോ. നമുക്ക് കച്ചവടം ചെയ്താലേ എൻ്റെ ജോലിക്കാർക്ക് എനിക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുള്ളൂ. ഞാൻ കച്ചവടം ചെയ്താലേ എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ബുക്ക് വാങ്ങാൻ മറ്റുള്ളത് പല ചിലവുകളുണ്ടാവും. എവിടുന്നാ ഇതൊക്കെ ഫീസ് അടയ്ക്കണം? നമ്മളൊരു ഉന്നത നിലവാരത്തിൽ ജീവിച്ച ആളുകൾ പലരും താഴെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത കുട്ടികളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് മാറ്റേണ്ടവരെ ആളുകൾ എത്രയോ എൻ്റെ പരിചയത്തിലുണ്ട്. ഈ അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണക്കാർ ഇവിടെ ഭരിക്കുന്ന നേതാക്കന്മാരാണ്, ആ പാർട്ടിയാണ്. ആ പാർട്ടി അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. പോലീസിൻ്റെ തെറ്റായ നയങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ മയക്കുമരുന്നിൻ്റെ വർധന. എന്താ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ? ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മയക്കുമരുന്ന്. എന്താണ് കുറച്ച് ദിവസങ്ങൾ മുന്നേ വരെ കേരളത്തിൽ 2025 തുടങ്ങിയത് മുതൽ ഇന്നേ വരെ കേരളം കണ്ട പേടിക്കുന്ന ടൈപ്പിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? ഈ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിനൊക്കെ കാരണമായ ഈ ഡ്രഗ്സുകൾ ഇവിടെ എവിടുന്നാണ് വരുന്നത്, ലഹരി വസ്തുക്കൾ എവിടുന്നാണ് വരുന്നത്, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഇതിനൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അസ്വസ്ഥരാവാൻ പാടില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി ഇത് പരിഹരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അസ്വസ്ഥരായിട്ട് അത് ചോദിക്കുന്ന ആളുടെ ശബ്ദത്തെ അടിച്ചമർത്തുന്ന അതല്ല. അത് ശരിയായ ഒരു ജനാധിപത്യ രീതിയല്ല. ആരോടും വ്യക്തിപരമായ ദേഷ്യം ആർക്കുമില്ല. പക്ഷെ എന്താ പറഞ്ഞാൽ ഇവിടുത്തെ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളരുതായ്മക്കെതിരെ അന്തസ്സുള്ള എല്ലാ മലയാളികളും ചോദ്യം ചെയ്യും, പ്രതികരിക്കും. പൊതുവെ മലയാളികൾ പ്രതികരണശേഷി ഉള്ളവരാണ്. പ്രത്യേകിച്ച് PV അൻവറിനെ പോലുള്ള ആളുകൾ അത് വളരെ ഒച്ചത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ ഈ ചോദ്യങ്ങൾ പറയുമ്പോൾ ഓവർ സംസാരിക്കുന്ന ആൾ അല്ലെങ്കിൽ ഔട്ട് സ്പോക്കൺ ഇങ്ങനെ പല രീതിയിലും പറഞ്ഞ ഇത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാലോ. അൻവർ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പ്രസക്തമായ ചോദ്യങ്ങളാണെന്ന് അറിഞ്ഞിട്ട് എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിൽക്കേണ്ട പല ആളുകളും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒറ്റപ്പെടുത്തലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് ഈ മനാഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഞാൻ ആരോപണങ്ങൾ കേട്ട ആരോപണങ്ങൾക്ക് കയ്യും കണക്കില്ല. ഈ ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതും ഇതിൻ്റെ വേദന അനുഭവിച്ച ഒരാൾക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെല്ലാവരും ഒന്ന് ചേർന്ന് ഇതെന്താണ് ഒരു ഐതിഹാസിക പോരാട്ടമാക്കി മാറ്റണം. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം ഇതിനൊരു വലിയ പ്രസക്തി ഇല്ല, 8 മാസത്തേക്കുള്ള ഒരു MLA സ്ഥാനം. അതല്ല, നമ്മൾ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഈ ആശയങ്ങളിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അൻവർക്ക ഉന്നയിച്ച ആശയങ്ങൾ, അതായത് ആരോപണങ്ങൾക്ക് കയമ്പുണ്ട്. അതെന്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു ശക്തമായ ഒരു താക്കീതാവും. ജനങ്ങളാണ് രാജാവ്. ജനങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ അടിച്ചമർത്തരുത്. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാവണം. അതിന് പല ആളുകളും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂശിക്കുകയാണ്.
അത് പി വി അൻവറിന് അത് അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകൾ എന്താക്കണം, നിഷ്പക്ഷവാദികൾ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനുമല്ല, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും മമതയൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെ അനീതി നടക്കുന്നത് അവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിലപാടുള്ളതാണ്. ഞാൻ ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചമർത്ത് അപഹസിക്കുക, ഈ അപഹാസ്യനാക്കാനും ഇതിനൊന്നും തൽക്കാലം ഇതിപ്പോൾ 2025 ഇവിടെ അതിനൊന്നും എന്താ പറഞ്ഞാൽ ആരും മുതിരേണ്ട. അല്ല, അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആണത്തുള്ള ആളുകൾ കൂടെ ഉണ്ടാവും. അതിവിടെ നമ്മൾ തെളിയിക്കും. 23-ാം തീയതി ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും ഈ ആളുകളുടെ ശബ്ദത്തിന് എത്ര ഗാംഭീര്യം ഉണ്ടായിനും, എത്ര പവർ ഉണ്ടായിനും, എത്ര തീക്ഷ്ണമായ ശബ്ദമാണെന്നുള്ളത് ഈ 23-ാം തീയതി ജനങ്ങൾ കേരളത്തിലുള്ളവർ കാണും. ജനങ്ങൾ ഹൃദയശുദ്ധിയുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും പി വി അൻവറിൻ്റെ കൂടെയാണ്. ചില ആളുകൾക്ക് അത് തുറന്നു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ഈ 19-ാം തീയതി ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്ന ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഈ ചോദ്യങ്ങൾ അലയടിക്കും. അത് വോട്ടായിട്ട് പി വി അൻവറിന് മാറും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാര്യം, ഇരു മുന്നണികൾ, ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും UDF-നാണെങ്കിലും അവരുടെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ എല്ലാവരും തന്നെ വന്നാണ് പ്രകടനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വരുന്നു, PD സതീശൻ വരുന്നു, അങ്ങനെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും വന്ന് പ്രകടനങ്ങൾ നടത്തുമ്പോൾ അൻവർക്കിന് ആ കാര്യത്തിൽ ഈ ഒറ്റപ്പെടൽ എന്നുള്ള ഒരു ഫാക്ടർ ഇപ്പോഴും പല കാര്യങ്ങൾ, കാരണം അദ്ദേഹം ഏറ്റവും മികച്ച 2 മുന്നണികളാണ് വിട്ടിട്ട് വന്നേക്കണത്. ഓരോരുത്തരും ഒരു മുന്നണി വിട്ട് അടുത്ത മുന്നണിയിൽ പോകാൻ നിൽക്കുമ്പോൾ ഇത് അധികാരത്തിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള എല്ലാ മുന്നണികളെയും ഒറ്റയ്ക്ക് ഒരാൾ വെല്ലുവിളിച്ച് നിൽക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല. അൻവർക്കൊക്കെ അല്ലാതെ അത് ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല നിലവിലത്തെ കേരള സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു അൻവർക്ക് നിലമ്പൂരുകാർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പത്രം ഈ 23-ാം തീയതി പെട്ടി പൊട്ടിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അസാധാരണ ഒരു ഇലക്ഷനാണ്. നമുക്ക് ആ ഒരു സാധാരണ മനുഷ്യന് ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കാൻ ആകെ കിട്ടുന്ന അവസരം 5 കൊല്ലത്തിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യമാണ്. പിന്നെ ആരെയും വേണ്ട. ഇന്ന് പി വി അൻവർ കാരണം കേരളത്തിലെ 140 MLA-മാരിൽ പി വി അൻവർ ഒഴിച്ചിട്ട് 139 MLA-മാരും പി വി അൻവറിൻ്റെ നാട്ടിൽ ഓരോ വീട്ടിലേക്കും എത്തിച്ച അതൊരു സംഭവം തന്നെയാണല്ലോ. ഇന്ന് ഓരോ മുക്കുമൂലയിലും, ഇന്ന് നിലമ്പൂരിൻ്റെ ഓരോ മുക്കുമൂലയിലും MP-ൻ്റെയും MLA-ൻ്റെയും സകല കാഹളങ്ങൾ എല്ലാവരും കാടടച്ച് എന്ന് പറഞ്ഞ ഇളകി മറിയണ സംവിധാനങ്ങൾ ഇതാക്കുകയാണ്. പണം ഇവിടെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ ഒഴുക്കിയിട്ടാണ് ഇവിടെ ഓരോ പാർട്ടികൾ മത്സരിക്കുന്നത്. ആ സമയത്ത് അതിനോട് തുല്യം ചെയ്യുമ്പം പി വി അൻവർ എന്ന് പറയുന്നത് ഒരു ചെറു സംഘമാണ്. ഇവിടെ ഒരു MLA വേറെ ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സാധാരണ ലോറി തൊഴിലാളികൾ, ഓട്ടോ ഡ്രൈവേഴ്സ്, മീൻ കച്ചവടക്കാർ, റബ്ബർ തൊഴിലാളികൾ, കർഷകർ, ഇത്തരത്തിലുള്ള സാധാരണ ജനങ്ങളാണുള്ളത്. അവർക്ക് പി വി അൻവറിന് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള സാധാരണക്കാരൻ്റെ എല്ലാ വിഷമങ്ങളും മനസ്സിലാക്കുന്ന ഒരു MLA ആണ്. ഒരു നേതാവ് ആരാവണം, അതാണ്. ഒരു നേതാവ് എന്ന് പറയുമ്പോൾ ആ താഴെ തട്ടിലുള്ള ഒരാൾ പോലും അവൻ്റെ ഭരണത്തിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ അവൻ നേതാവല്ല. ആ താഴെ തട്ടിലുള്ള ഒരാളെ പോലും വിഷമിപ്പിക്കാതെ കൊണ്ടുപോകാൻ കഴിയണം. അതൊരു അസാധ്യമായ കാര്യമാണെന്നൊക്കെ പറയാം ചിലപ്പോൾ. എന്നിരുന്നാലും ബഹുഭൂരിപക്ഷ ആളും സന്തുഷ്ടവന്മാരാവണം. ഇവിടെ ഇപ്പോൾ ആരാ സന്തുഷ്ടവന്മാരുള്ളത്? ആരുമില്ല. നമ്മളെല്ലാവരും ഓരോ കാര്യത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് മാറ്റം വരുത്തണം. ഇതൊക്കെ ഈസി ആയിട്ട് മാറ്റം വരുത്താൻ പറ്റൂ. നമുക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ചിന്താഗതി വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കേരളത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. പുതിയ ആളുകൾക്ക് സ്ഥാനം കൊടുത്തു നോക്കേണ്ടി അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റിയ ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ആ ആളുകൾ ഭരണത്തിൽ വരട്ടെ.